ഹലോ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പട്ടര കരുവാടിൻ്റെ ഒരു വീഡിയോ. അത് കണ്ടവരും അറിയാത്തവരും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ? അപ്പോൾ നമ്മൾ പട്ടര കരുവാട് മേടിച്ചിരിക്കുന്നത് നമ്മൾ രാമേശ്വരത്തു നിന്നാണ് കേട്ടോ. ഇത് ഓൺലൈനായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഓർഡർ ചെയ്യാൻ പറ്റുമോ? ആ നമ്പറിലൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല നെയ്മീനാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. നല്ല ഫ്രഷ് മീൻ പോലെ തന്നെ ഇരിക്കുവേ. കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കയ്യിലൊക്കെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മൾ ഉണക്കമീൻ പോലെ കട്ടിയായിട്ടൊന്നും ഇരിക്കത്തില്ല കേട്ടോ. അതാണ് ഈ പട്ടര കരുവാടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ നെയ്മീനാണ് മേടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നല്ല ഉപ്പാണ് കേട്ടോ. സാധാരണ നമ്മൾ മീനിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഉപ്പായിരിക്കും ഇതിനകത്ത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഞാനിപ്പോൾ ഒരു 2-3 കഷ്ണം വറുക്കാൻ വേണ്ടി എടുക്കുവാണ്. നല്ലൊരു വലിയ പീസായിട്ട് ഉള്ള കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒരു കുറച്ച് നേരം വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ ഇളകി വരും കേട്ടോ. അപ്പോൾ എന്നാലും ഉപ്പുണ്ടാവും, എന്നാലും മൊത്തം ഉപ്പ് പോകുമെന്നല്ല, എന്നാലും ഉപ്പുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത് വറുക്കുന്നതിനെക്കാട്ടിലും കറി വയ്ക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് കറി ഉണ്ടാക്കുമ്പോൾ വേറെ പ്രത്യേകം നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ ഉപ്പ് ഉണ്ടാവും നല്ലപോലെ. അപ്പോൾ ഞാനിവിടെ നല്ല ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്താ നല്ല പച്ച മീൻ പോലെ തന്നെ ആയിട്ടുണ്ട്. നെക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മുടെ പച്ചമീൻ പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കറികൾക്കെല്ലാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. എനിക്ക് ഒരുപാട് എരിവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വറുക്കുന്നതിനകത്തൊക്കെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ടൊക്കെ നമ്മുടെ മുളകൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുവേ. ശരിക്കും പറഞ്ഞാൽ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് ഇത് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. എന്നാലും ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ലേ. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇവിടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാനിലോട്ട്. ഇപ്പോൾ ഈ പാൻ എന്താണ് ഇങ്ങനെ കോട്ടിങ് പോയെന്നൊക്കെ ചോദിക്കും ഓരോരുത്തർ. അപ്പോൾ ഞാൻ വറുത്തെടുക്കുന്ന പാത്രം ഇങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇവിടെ നോൺ വെജ് വറുക്കുന്നത് ഈ പാത്രത്തിലാണ്. വേറെ പാത്രം വെജിറ്റേറിയൻ എടുക്കുന്നത് കൊണ്ട് അത് എടുക്കാറില്ല. അപ്പോൾ ഈ പാത്രത്തിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കോട്ടിങ് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരുപാടിട്ട് ഇളക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ നല്ലപോലെ വറുത്തെടുക്കണേ. പിന്നെ ഇതിനകത്തേക്ക് ഇടാനുള്ള സവാള ഞാനൊരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള ആദ്യമേ തന്നെ ചേർക്കരുത്. നമ്മൾ തിരിച്ച് ഒന്ന് ഇട്ട് 2 സൈഡും മൊരിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വേണം ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉള്ളിയാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിയാണെങ്കിൽ ഉള്ളി ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കണേ. പിന്നെ എനിക്ക് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഈ ശ്വാസം മുട്ടൽ ഉണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്വാസം മുട്ടലൊന്നും ഇല്ല, എനിക്ക് ജലദോഷത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്വാസം വിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മുടെ ഒറിജിനൽ നമ്മുടെ പച്ചമീൻ കഴിക്കുന്ന എങ്ങനെയാണോ അതുപോലത്തെ ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ മീൻ കഷ്ണമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി ഒന്നുകൂടെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് ഇച്ചിരിയും കൂടി ഉപ്പ് കുറയും, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കഞ്ഞിക്കൊക്കെ പറ്റിയൊരു സാധനമാണ്, പഴങ്കഞ്ഞിക്കൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ പറ്റി താങ്ക്സ് ഫോർ വാച്ചിങ്.